പ്രശാന്ത് കോക്കിന്റെ റിവ്യൂ വന്നായിരുന്നു. അപ്പൊ സിനിമാ ലോകം ഇപ്പൊ ആ റിവ്യൂ എല്ലാം കാണാറുണ്ട്. അതെ. അപ്പൊ ഈ സിനിമയ്ക്കുന്ന റിവ്യൂ ചേട്ടൻ കണ്ടായിരുന്നു. വന്ന് കണ്ടുകൊണ്ട് അത് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സിനിമയുടെ വലിപ്പം നോക്കാൻ സംസാരിക്കുന്നതിന് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ എൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ പറഞ്ഞ കുറേ അധികം സിനിമ അവസാനം ഓടി എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിൽ ഓടിയത്. പക്ഷെ നമുക്ക് കമേഴ്ഷ്യലി വയബിൾ ആയ സിനിമകളുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് വൈസ് വയബിളായി. അതിനുശേഷം കഴിഞ്ഞ വർഷം അപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷത്തെ ചെയ്ത പിന്നീടുള്ള സിനിമകളൊക്കെ ബാഡ് ബോയ്സിൽ നിന്ന് ഞാൻ ഹീറോ സെൻട്രിക് ആയിട്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നീട് വന്ന സിനിമകളൊക്കെ ഞാൻ എൻ്റെ പേരിൽ 13 സിനിമയുണ്ട്, പക്ഷേ ഇതിലൊന്നും ഞാൻ നായകനൊന്നുമല്ല. ബാഡ് ബോയ്സിൽ ഞാൻ നായകനല്ല, മലയാളിയിൽ ഞാൻ നായകനല്ല, ഞാൻ നടികരിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ 13 ഞാൻ ചെയ്ത സിനിമകൾ കൂട്ടുന്നുണ്ട്. അത് എന്ത് വകയിലാണ് ഈ 13 സിനിമ കൂട്ടുന്ന എനിക്കറിയില്ല. ഓശാന എന്ന് പറഞ്ഞ സിനിമയിൽ അതിന് ഞാൻ നായകനല്ല. ഞാൻ നായകനായിട്ടുള്ള 4-5 സിനിമയേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ലീഡ്, വൺ ഓഫ് ദ ലീഡ്. അതിലും മൾട്ടി സ്റ്റാറർ സിനിമകളാണ്. അപ്പം പക്ഷെ ഇതിന്റെയൊക്കെ ബാഗേജ് നമ്മുടെ തലയില ഈ പറയുന്നത്. ഇപ്പൊ മാലാഖ ഇന്നലെ ഇറങ്ങി സൗബിൻ നായകനായിട്ടുള്ള സിനിമയാണ്, അതും എന്റെ തലയിലാണ്. എന്താ നമുക്ക് മനസ്സിലാവില്ല. അശ്വതിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ട് തന്നെ ഇവരെന്തിനാണ് ഇത് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ സിനിമ കാണുന്നത്? പ്രതീക്ഷ കൊടുക്കാതിരിക്കുന്ന ആൾക്കാരെന്ന് സിനിമ എന്തിനാണ് കാണുന്നത്? സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു. എന്തുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം, 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം ഒന്നേ ഉള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അശ്വന്തിന് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടും സ്വാഭാവികമായിട്ടും എൻ്റെ പടങ്ങൾ റിവ്യൂ ചെയ്യുമ്പോഴും. അപ്പോൾ അവൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വന്ത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്. ഞാൻ അച്ഛനായിട്ട് സംസാരിക്കുന്ന ആളാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ, സൗഹൃദമുണ്ട്. കാരണം എന്നെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാൾ അശ്വന്താണ്. ഞങ്ങൾ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിന് ശേഷവും. അപ്പോൾ ആ രീതിയിൽ അശ്വന്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർക്ക്. സോ അവരെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എൻ്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട്. ആ അജണ്ട ഒന്നുമല്ല. കൃത്യമായിട്ട് നമ്മളെ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്, നമ്മളും ഇതേ പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്, നമ്മൾ സിനിമ എടുക്കുന്നത്. അവരും അതേ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്റ്റ് ഡേ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് ഇടണം നിർബന്ധമല്ലോ. കാരണം രാവിലെ ഒരു റിവ്യൂ വരുന്നു, 2 റിവ്യൂ വരുന്നു, 3ാമത്തെ റിവ്യൂ വരുമ്പോൾ അശ്വന് സ്വാഭാവികമായിട്ടും അതിന്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അശ്വന് അതിനായിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പൊ പുള്ളിയുടെ അത് എന്താ പറയണ്ടത്, അത് പുള്ളിയുടെ എത്തിക്സും പുള്ളിയുടെ പരിപാടി കാര്യങ്ങൾ, അതിൽ നമുക്ക് യാതൊരു പരാതിയോ ഇതുമില്ല. കാരണം അവരവരുടെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായങ്ങളാണല്ലോ. ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ. പക്ഷേ പിന്നെ ഓർഗാനിക് ആയിട്ടൊരു ഓഡിയൻസ് വരും. കാരണം നമ്മളിപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ നെഗറ്റീവ്സും പരിപാടിയൊക്കെ വന്നുപോട്ടെ. കാരണം അവരൊക്കെ ഇപ്പം ക്രിട്ടിക്സ് ആയി എന്ന് വെച്ചാൽ ഇവിടെ സിനിമ ക്രിട്ടിക്കായി. അപ്പൊ ക്രിട്ടിക്കിനെ കൺവിൻസ് ചെയ്ത്, കാരണം വലിയ സിനിമകൾ, പല ടൈപ്പ് ഓഫ് സിനിമകളും, ഇത് വളരെ കുഞ്ഞു സിനിമയല്ലേ. അപ്പൊ അത്തരത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ വരുമ്പോൾ ഒരു വലിയ നല്ല ഭയങ്കര സോളിഡ് ഒരു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇതൊന്നും തോന്നില്ല. കാരണം ഇത് ആ രീതിയിൽ വളരെ സ്കെയിൽ കുറഞ്ഞിട്ട് ചെറിയ സിനിമയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര മെറിറ്റുള്ള ഒരു സിനിമ, ക്വാളിറ്റി സിനിമ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ സിനിമ കാണുമ്പോൾ ഇതെന്ത് സിനിമയാണെന്ന് തോന്നിപ്പോ. കാരണം അങ്ങനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയില്ല. പക്ഷേ വളരെ സാധാരണക്കാരായിട്ടുള്ള, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ആ സിനിമയെ ആസ്വദിച്ച് ഇത്ര സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത്. ആ രീതിയിൽ സിനിമയെ കാണുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഈ സിനിമ. ആ രീതിയിൽ കാണാതെ വലിയ ഇൻഹിബിഷൻ ഒന്നും ഇല്ലാതെ പോയി സിനിമയെ ആസ്വാദനത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓക്കെ സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് നമുക്ക് അത്രയും പോസിറ്റീവ് കുറേ സ്ഥാനത്ത് നിന്ന് വന്നതോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് സിനിമ കാണാൻ. അല്ലെങ്കിൽ നമ്മളൊരു സാധനം പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്നെ ഐറിയിലോട്ട് പോകില്ല. പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം തിരക്കേടില്ലാതെ പിന്നീട് ഈ കഴിഞ്ഞ തലേ ദിവസവും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമുക്ക് വന്ന റിവ്യൂസ് പിന്നീട് പോസിറ്റീവായി തുടങ്ങിയതുകൊണ്ട് വന്നു. പിന്നെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളായിട്ട് ഇപ്പോൾ ബാക്കിയുള്ള അവരൊക്കെ നമുക്ക് പറഞ്ഞില്ല, അവര് നമ്മുടെ അറിയാവുന്ന ആൾക്കാരാണ്, നമ്മളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. പക്ഷെ അത് സ്ട്രിക്ട്ലി പേഴ്സണൽ അല്ലേ, അതുകൊണ്ട് ഒരു ഇതുമില്ല.